പോവാം. ഹായ്. അപ്പൊ നമ്മളൊരു സ്ഥലം വരെ പോവാണ്. നമ്മളെ കൊണ്ടാക്കാൻ വേണ്ടിട്ട് ആകാശ് മോനും വന്നിട്ടുണ്ട്. നമ്മളല്ല, ജസ്റ്റ് ഞാൻ മാത്രമാണ് പോകുന്നത്. ഗേൾസ് ഒള്ളി ട്രിപ്പിനാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന. സ്ഥലം എവിടാന്നും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും വഴിയെ പറയാം. ബൈ. ഹായ്, ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി ആര്യാസിൽ കയറിയിരിക്കുകയാണ്. കഴിക്കാൻ തണുത്ത വട. നോ ചൂട് ഗൈസ്, നോ ഹോട്ട്. We are entering the airport. So we are flying. നമ്മളെവിടാ പോകുന്നത്? ഞാൻ എവിടാ പോകുന്നത് ഇപ്പൊ ഏകദേശം മനസ്സിലായി കാണും. ഐ മീൻ ഇന്റർനാഷണൽ ട്രിപ്പാണ്. വി ആർ ഫ്ലൈയിങ്. ഐ ആം ഫ്ലൈയിങ്. എൻ്റെ കൂടെ രണ്ടുപേരും കൂടെ ഉണ്ട്. ഇതാണ് എൻ്റെ കൂടെ ഉള്ള രണ്ടുപേര്. എന്ത് ചേച്ചി? റോഷ്നി ചേച്ചി. അങ്ങനെ ഞങ്ങൾ റാപ്പൊക്കെ ചെയ്ത് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോവാണ് വിത്ത് മൈ ഗേൾസ്. ചെക്ക് ഇൻ ഗേൾസ് എയർപോർട്ടിൽ വന്നാൽ എന്തായാലും മസ്റ്റായിട്ടും എടുക്കുന്ന സാധനമാണ് വാഷ്റൂം, സെൽഫീസ് ആൻഡ് വീഡിയോസ്. സോ ഹിയർ വി ആർ. ഒരാൾ അവിടെ മേക്കപ്പ് കിറ്റ് തപ്പിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ ആദ്യം തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ലോഞ്ചിലിരിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ചു. ഓൾ സെറ്റ്. 11:15 ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം സോ അതിന് വേണ്ടി വെയിറ്റിംഗ്. അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ കഴിഞ്ഞു. ലോഞ്ചിൽ കയറി ഫുഡ് അടിച്ചു. കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. ഇനി നമ്മൾ ബോർഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ സോ സീ യു ഇൻ സർപ്രൈസ്. So we are boarding finally. സോ നമ്മളങ്ങനെ ഫ്ലൈറ്റ് ബോർഡ് ചെയ്തിരിക്കുകയാണ്. ഒരു 4 hours ഡ്യൂറേഷൻ ഉണ്ട് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക്. എനിക്ക് മിഡിൽ സീറ്റ് ആയിരുന്നു കിട്ടിയിരുന്നത്. തൊട്ടപ്പുറത്തെ ചേട്ടനോട് ഞാൻ കെഞ്ചി ചോദിച്ചിട്ട് എനിക്ക് വിൻഡോ സീറ്റ് കിട്ടി. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ നൈറ്റ് വിഷ്വൽസ്. സോ ഫൈനലി അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ബസ്സിൽ കയറി ടെർമിനലെത്തി. എമിഗ്രേഷൻ്റെ അവിടെയാണെങ്കിൽ നല്ല തിരക്കായിരുന്നു. പിന്നെ ബാഗേജ് ക്ലെയിം ചെയ്തു. ഒരു എയർപോർട്ട് ടാക്സിയൊക്കെ സെറ്റാക്കി ഇറങ്ങി. ആൻഡ് ഇപ്പോഴും ഞാൻ ഡെസ്റ്റിനേഷൻ പറഞ്ഞില്ല, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. വെൽക്കം ടു തായ്ലാൻഡ്. ഹായ്. ഈ ചേച്ചിയാണ് നമ്മളെ ഇന്ന് നമ്മളുടെ ഹോട്ടലിലേക്ക് കൊണ്ടുവിടാൻ പോകുന്നത്. വി ആർ ടയേർഡ് ലൈക്ക് എനിത്തിങ്. യെസ്. നിൽക്കുന്ന സ്ഥലത്തേക്ക് 2 മണിക്കൂറുണ്ടെന്നാണ് ഈ ചേച്ചി പറയുന്നത്. അപ്പോൾ ഞങ്ങൾ
2 മണിക്കൂറിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഓൾറെഡി ഇവിടുത്തെ തായ് ബാത്തൊക്കെ കൊടുത്ത് ഞങ്ങൾ ബുക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതിനകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഹൈവേ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ സമയം പെട്ടെന്ന് എത്തും എന്നൊക്കെ പറഞ്ഞു. ഇതുവഴി പോയി കഴിഞ്ഞാൽ 3 മണിക്കൂറൊക്കെ എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടെ പൈസ കൊടുത്ത് ഞങ്ങൾ ഹൈവേയിലേക്ക് കയറിയിരിക്കുകയാണ് ഗൈസ്. ഞങ്ങളുടെ സംസാരം കേട്ടിട്ടാണോന്ന് അറിയത്തില്ല, ചേച്ചി ഇടയ്ക്കിടയ്ക്ക് കോടാലി തൈലം എടുത്ത് തലയിൽ തേക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാൽ ചേച്ചിയുടെ ഡ്രൈവിങ് അടിപൊളിയാട്ടോ, നല്ല സ്മൂത്ത് ഡ്രൈവിംഗ് ആണ്. We reached the hotel after 2 hours of drive. In between ഞാൻ കുറേ ഉറങ്ങിപ്പോയി. But the place is, I'll show you. അങ്ങനെ ഞങ്ങൾ പട്ടായയിലാണ് സുഹൃത്തുക്കളെ, അങ്ങ് ദൂരെ പട്ടായയിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ബാക്കി കാണിച്ചു. മോളെ എന്താ മോളെ, ഞങ്ങൾ വന്നിട്ട് ഒരു വാക്കിന് വേണ്ടി ഇറങ്ങി. ഞങ്ങൾ നിൽക്കുന്ന റിസോർട്ടിൻ്റെ പേരെന്താ, സിയാം ബേഷോൾ റിസോർട്ട്സ് എന്നാണ്. അപ്പോൾ അതിലെ ഒരു പോർഷനാണ് ഇത്. മലബാർ ഡയറിയ നമ്മളെ കളിയാക്കിയതാണോ എന്നെനിക്കറിയത്തില്ല. മോർണിംഗ് 8:30 ആയിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ ഇന്ത്യയുടെ സെയിം വെതറാണ്. ഐ മീൻ ഇവിടുത്തെ ക്ലൈമറ്റ് എന്നൊക്കെ പറയുന്നത് നല്ല ചൂടാണ്. ഞങ്ങൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് നോക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെക്കിനൊക്കെ കഴിഞ്ഞ് ഫ്രഷായിട്ട് ഇവിടുത്തെ ഫുഡും കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു. യെസ്, അപ്പോൾ നമ്മൾ ഫ്രാൻസ് ബേക്കറി എന്ന് പറയുന്നൊരു ബേക്കറിയിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഇവിടെ അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ഫ്രഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, പിന്നെ കുറേ മെനു, എഗ് മെനു ഉണ്ട്, സാൻഡ്വിച്ചസ് ഉണ്ട്. സോ ലെറ്റ്സ് ഓർഡർ സംതിങ്, വി ആർ സോ ഹംഗ്രി. അങ്ങനെ ഫുഡ് വന്നിരിക്കുകയാണ്. അവർ രണ്ടുപേരും ഓർഡർ ചെയ്ത സാധനം ചെറുതായിട്ടൊന്ന് പാളിപ്പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഓർഡർ ചെയ്ത സാധനം ഇറ്റ് വാസ് യമ്മി. നടന്നു, ഫുഡ് കഴിച്ചു, പിന്നെയും കുറേ നടന്നു. അത് കഴിഞ്ഞ് ഇവിടെയാണെങ്കിൽ ഞങ്ങൾ സ്പായ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഞങ്ങൾ ഈ സ്ഥലം കാണുന്നത്. ഐ വിൽ ഷോ യു ദ പ്ലേസ്. ദിസ് ഈസ് സംതിങ് റിയലി മാജിക്കൽ. രണ്ട് സൈഡിലും ഇതിങ്ങനെ തൂങ്ങി കിടക്കുകയാണ്. ഓ, ആൻഡ് മേളിൽ നിന്നാണെങ്കിൽ വെള്ളവും വീണുകൊണ്ടിരിക്കുകയാണ്. റൂം ചെക്ക് ഇൻ ഇതുവരെ ആയിട്ടില്ല. ഞാനാണെങ്കിൽ ഇങ്ങനെ പാലത്തിൽ കൂടി ഇങ്ങനെ നേരെ നടക്കുകയാണ്. ഞാനാണെങ്കിൽ നല്ല സൂപ്പർ ഉറക്കം ഉറങ്ങി. ഇവിടെ അപ്പുറത്തെ സ്ഥലമാണ് ഞാൻ കാണിച്ചു തരാം. ആൻഡ് ദിസ് പ്ലേസ് ഈസ് റിയലി ബ്യൂട്ടിഫുൾ. സീ, ദിസ് പ്ലേസ് ഈസ് റിയലി റിയലി ബ്യൂട്ടിഫുൾ. So, room tour.
ഇവിടെയാണ് ഞങ്ങൾ 3 ദിവസം താമസിച്ചത്. ഈ ചെറിയൊരു ബാൽക്കണി ഉണ്ടായിരുന്നു. ഈ ബാൽക്കണിയിലാണ് ഞങ്ങൾ 3 പേരും കൂടെ വന്നിരുന്ന് സംസാരിക്കുന്നതും. ആ ബാൽക്കണിയിൽ രാത്രി ആകുമ്പോഴത്തേക്കും നല്ല ലൈറ്റ്സ് ഒക്കെ ഉണ്ടാവും. നല്ല ലൈറ്റ്സും അതേപോലെ തന്നെ ബീച്ചിൻ്റെ സൈഡിലെ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഈ റൂം. ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ കാണാം. Something really special that you should drink എന്താ പറയാ never miss, that is crocodiles. Yeah, hey, hi. So we are walking through the walking street and ഇവിടെ it's actually quite expensive അല്ലേ, കുറേയൊക്കെ എക്സ്പെൻസീവ് ആണ്. പിന്നെ നടന്ന് കാണാം. പിന്നെ വേറെന്താ, അതെല്ലാം ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ പബ്ബുണ്ട്, ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, തായ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, കൊറിയൻ ആൻഡ് എവറിത്തിങ്. 7-Eleven ഷോപ്സ് മുക്കിലും മൂലയ്ക്കും ഉണ്ട്. ആൻഡ് സോ മെനി പീപ്പിൾ, ഹായ്, ആൻഡ് സോ മെനി പീപ്പിൾ. It's fun. ഭയങ്കര രസമാണ് നൈറ്റ് ലൈഫ്. മോർണിംഗ്. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി താഴേക്ക് ചെന്നു. ലുക്ക് അറ്റ് ദ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻസ് വി ഹാവ്. അയ്യോ, ഇതിൻ്റെ ഒരു സൈഡ് പോലും എനിക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല. അതുമല്ല എന്ത് ഡെലീഷ്യസ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു എന്ന് അറിയാമോ. ഓരോന്നും എവറിത്തിങ്. അയ്യോ, ഇറ്റ് വാസ് ഡെലീഷ്യസ്, വെരി ഡെലീഷ്യസ്. ഹായ്, ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. നമ്മളിന്ന് കോറൽ ഐലൻഡ് പോവാണ്. നമ്മൾ ഇന്ന് സെക്കൻഡ് ഡേ ആയിട്ട് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി കോറൽ ഐലൻഡ് പോവാണ്. സ്പീഡ് ബോട്ടിൽ 20 minutes റൈഡ് എന്നാണ് ഇവർ പറയുന്നത്. എനിക്കറിയത്തില്ല. ഈ ചേട്ടൻ, കാക്കാന്ന് പറയുന്നത് ഈ ചേട്ടനാണ് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. നമുക്ക് വേണ്ടി ടവലൊക്കെ എടുത്തിട്ടുണ്ട്. അതെ, നമുക്ക് വേണ്ടി 3 ടവലും എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി കുറേ ഫോട്ടോസും എടുത്ത് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ കോറൽ ഐലൻഡ്സിൽ എത്തിയിരിക്കുകയാണ്. ചേച്ചിയുണ്ട്, വീഡിയോ എടുക്കുന്ന റോഷി ചേച്ചിയാണ്. അപ്പോൾ ഞാൻ വെള്ളത്തിലേക്ക് പോകണം. 20 minutes റൈഡ് ആയിരുന്നു. ഇറ്റ് വാസ് സോ മച്ച് ഫൺ. പക്ഷെ കുറേ ഗട്ടറും കുഴികളും ഒക്കെ ഉണ്ടായിരുന്നു കടലിലും. അപ്പം ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവാണ്. വെള്ളം ഭയങ്കര ക്ലിയറാണ്. നമുക്ക് താഴെ എനിക്കൊന്നും ആ ഒരു സൈഡ് വരെയൊക്കെ തിരയില്ല. നമുക്ക് താഴെ വരെ കാണാൻ പറ്റും വെള്ളം. വി ആർ സോ ടയേർഡ് ഓഫ് എന്താ പറയുക, കോറൽ ബീച്ചിൽ വന്നിട്ട് നല്ല ടയേർഡായി. നല്ല വെയിൽ, നല്ല ചൂട്, അതിൻ്റെ കൂടെ തന്നെ അതിസാഹസികമായ ഒരു യാത്രയായിരുന്നു ഗൈസ് അത്. ഇറ്റ് വാസ് ഫെന്റാബിളസ് അല്ലേ? It was really nice and the driver was awesome and we reached Pattaya city just now.
ഹായ്, നമ്മളിന്ന് പുറത്ത് ഔട്ടിങ്ങിന് പോവാണ്. നല്ല മഴയാണ്. അപ്പം നമ്മളൊരു ക്യാബൊക്കെ എടുത്ത് ഇങ്ങനെ പുറത്തേക്ക് പോവാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, രാത്രി പുറത്തൊക്കെ പോയി ഒരു പഞ്ചാബി ഹോട്ടലിൽ നിന്ന് നല്ല കിഡിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് ഞങ്ങൾ ഹോട്ടലിലേക്ക് ഒരു ബഗ്ഗിയൊക്കെ എടുത്ത് തിരിച്ചു പൊക്കോണ്ടിരിക്കുകയാണ്. ഇറ്റ് വാസ് ഓൾ ടുഗെദർ എ ഗുഡ് ഡേ. അപ്പോൾ ഗുഡ് നൈറ്റ്. നമ്മളിന്ന് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, പിന്നെ എവിടെയാ ബിഗ് ബുദ്ധ, അക്വേറിയം, ഇത്രയും സ്ഥലത്താണ് പോകുന്നത്. അപ്പോൾ നമ്മളെ ഇന്ന് കൊണ്ടുപോകുന്നത് ഈ ചേട്ടനാണ്. ഹലോ. അപ്പോൾ നമ്മൾ പോയിട്ട് വരാം. ഹായ്. അപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ബിഗ് ബുദ്ധയിലേക്കാണ്. അപ്പോൾ നിങ്ങളെ ഞങ്ങൾ ബിഗ് ബുദ്ധയിലേക്ക് കൊണ്ടുപോവാണ്. ഇതാണ് ബിഗ് ബുദ്ധയുടെ ഒരു ഫസ്റ്റ് ഗ്ലിംസ് നമുക്ക് കിട്ടിയത്. കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, പഴനിയൊക്കെ പോലെ അത്രയില്ല, എന്നാലും കുറച്ച് സ്റ്റെപ്സൊക്കെ ഉണ്ട്. ആ സ്റ്റെപ്സൊക്കെ കയറി പോകണം. പെട്ടെന്ന് ഒരു ഷോൾഡർ കവർ, ഓഫ് ഷോൾഡർ ഡ്രസ്സായിരുന്നു. അവർ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഷോളൊക്കെ തന്നു എനിക്ക്. അത് കേട്ടിട്ടാണ് നമ്മൾ കയറുന്നത്. This is the final stage of Buddha. അവിടെ കുബേർ കുഞ്ചിയുണ്ട്. ആൻഡ് അതേപോലെ തന്നെ ഓരോരോ സ്റ്റേജസ് ആയിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ കാണുന്ന ഐലൻഡിലാണ് നമ്മൾ ഇന്നലെ പോയത്, കോറൽ ഐലൻഡ് ഐ ഗെസ്. വളരെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നിന്ന് നമ്മൾ ഇനി പോകുന്നത് ഫ്ലോട്ടിംഗ് വില്ലേജിലേക്കാണ്, അല്ലേ? ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. യെസ്, ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കാണ്. ഇവിടെ വന്ന് ചേട്ടൻ ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കുകയാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കുള്ള. ഞങ്ങളോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു. ദ ഫേമസ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ചൂടെന്നൊക്കെ പറഞ്ഞാൽ എജാതി ചൂട്. ആൻഡ് ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. എന്നിട്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. നല്ല ചൂടാണ്, പക്ഷെ ഇടയ്ക്ക് ചെറിയ കാറ്റൊക്കെ. നമ്മൾ ഇവിടുന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു, കുറേ ബാർഗെയിനൊക്കെ ചെയ്തു. ഇറ്റ് സോ മച്ച് ഫൺ. ഓക്കെ, നമ്മൾ മലയാളികളുടെ എല്ലാ സ്വഭാവങ്ങളും ഇവിടെ എടുക്കുന്നുണ്ട്. ബട്ട് ദേ ലവ് ഇന്ത്യൻസ്. ഓക്കെ, ദേ റിയലി ഡു ലവ് ഇന്ത്യൻസ്. ആൻഡ് ഇവിടുത്തെ ക്രാഫ്റ്റ് വർക്ക്സ് ആർ റിയലി നൈസ്. ബോട്ടിൽസ് ഒക്കെ കൊണ്ടുവച്ച് ഇവർ ചെയ്തിരിക്കുന്ന ഈ ക്രാഫ്റ്റ് വർക്ക്സ് ഒക്കെ ഭയങ്കര രസമാണ്. ഗൈസ്,
ഈ ചേട്ടൻ നമുക്ക് കുറെ ഡിസ്കൗണ്ട്സ് ഒക്കെ തന്നു. വീഡിയോ 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 കം ടു ഇന്ത്യ. I go India. Okay. I have money, I go. You go India. Okay. Bye bye. Bye bye. Guys, ഇവിടുത്തെ ഓണം സീസൺ ആയെന്ന് തോന്നുന്നു കേട്ടോ. നമ്മളപ്പോൾ ഇവിടുത്തെ മെയിൻ ഐറ്റിനറി ആയിരുന്നു നമ്മുടെ ഇവിടുത്തെ ബോട്ടിൽ കയറിയിട്ട് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ കറങ്ങാൻ പോകാന്നുള്ളത്. അപ്പോഴത്തേക്കും തന്നെ മഴ പെയ്തിരിക്കുന്നു. നല്ല ഐശ്വര്യമാണ് എന്തായാലും. എനിവേ ബൈ. ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെ ബോട്ടിലേക്ക് ഞങ്ങൾ കയറുകയാണ്. ഇതിനാഴുണ്ട്. അയ്യോ അമ്മേ. ഹായ്, നമ്മളെവിടെയാ? തായ്ലൻഡ് ട്രിപ്പ് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു ഡിഷാണ് ഇത്, മാംഗോ സ്റ്റിക്കി റൈസ്. ആ സാധനമാണ് ഈ ചേച്ചി ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ നാട്ടിലെ മാങ്ങയും അവിടുത്തെ മാങ്ങയും തമ്മിൽ ടോട്ടൽ ഡിഫറൻസ് ഉണ്ട്. തായ്ലൻഡിലെ മാങ്ങ എന്ന് പറഞ്ഞാൽ വെരി ജ്യൂസി ആൻഡ് വെരി സ്വീറ്റ്, അൺലൈക്ക് നമ്മുടെ നാട്ടിലെ മാങ്ങ. ആ മാങ്ങയും ആ സ്റ്റിക്കി റൈസും ആ കോക്കനട്ട് ക്രീമും ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് പിടി അങ്ങോട്ട് പിടിക്കും. എൻ്റെ സാറേ, അത് കഴിച്ചാൽ പിന്നെ ഉണ്ടല്ലോ ചുറ്റുമുള്ളതൊന്നും കാണില്ല. ക്രാബ് ഫ്രൈ, കുട്ടി ക്രാബ് ഫ്രൈ ആണ്, ചെറിയ ക്രാബ് ഫ്രൈ. ഒരു സോസ് ഉണ്ട്, ആ സോസുമായിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നല്ലതാ. സോസ് ലിറ്റിൽ സ്പൈസിയാണ്. How is it, Roshni? How is it, Indu? It's really good. നമ്മൾ തായ്ലാൻഡ് പട്ടായയിലെ നട്ടിയിലാണ്. സോ ഇവിടുത്തെ ബീഫ് ബർഗറിൻ്റെ ഒരു മീലാണ് പറഞ്ഞത്, വിത്ത് എക്സ്ട്രാ ചിക്കൻ. ഇതാണ് ആ ബർഗർ. Looks yum. Let me take the first bite with your permission. The cheese, the patty, the bun, the churro, everything is yummy. അപ്പോൾ നമ്മൾ 4 days ഇൻ പട്ടായ ഇവിടെ നിന്നിട്ട് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിച്ച് ബാങ്കോക്കിലേക്ക് പോവാണ്. ഈ ചേട്ടനാണ് നമ്മളെ കൊണ്ടുവന്നത്. ഹായ് ചേട്ടൻ്റെ നാമൊക്കെ വരുന്നത്. അപ്പോൾ സോ നമ്മൾ ബാങ്കോക്കിലേക്ക് പോകുന്നു. 2 hours ഡ്രൈവാണ്. ഇനി ബാങ്കോക്കിൽ കാണാൻ പോകുക. ബൈ ഗൈസ്. ഞങ്ങളങ്ങനെ ബാങ്കോക്ക് എത്തി. ഞാനാണെങ്കിൽ നല്ല സ്ലീപ്പായിരുന്നു. ഐ വാസ് റിയലി സ്ലീപ്പി ആൻഡ് ഐ സ്ലെപ്റ്റ് റിയലി നൈസ്ലി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ചെക്ക് ഇൻ എന്ന് പറയുന്നത് 2 മണിക്ക് ശേഷമാണ്. അതുകൊണ്ട് ഞങ്ങൾ ലോബിയിൽ വന്നിരുന്ന് വെൽക്കം ഡ്രിങ്ക് കുടിക്കുന്നു. ചെക്ക് നല്ല ലേറ്റായിരുന്നു. സോ ഞങ്ങളൊരു ടുക്ക് എടുത്തു, നേരെ ഷോപ്പിങ്ങിന് പോയി പ്ലാറ്റിനം മോളിലേക്ക്. ടുക്ക് എടുത്ത് ഒരു സ്ഥലം വരെ പോവാണ്. നൈസ്. നമ്മുടെ നാട്ടിലെ ഓട്ടോ തന്നെ, ബട്ട് മോർ ഓപ്പൺ ആണിത് സൈഡൊക്കെ. സീ, ഞാനൊക്കെ പുറത്താണ് റോഡിന്.
സാഹി കെട്ട് ദേ പോകുന്നു. ഞങ്ങൾ ലുലു മോള് പോലത്തെ ഒരു മോളുണ്ട് ഇവിടെ, സെൻട്രൽ മോൾ. അതിൻ്റെ പാർക്കിങ്ങിനകത്തൂടെ നടന്നുകൊണ്ടിരിക്കുക ഫോർ ഡിന്നർ. ഇവിടെ ബാങ്കോക്കിലെ ഇവിടെ നമ്മൾ KFC അപ്പോൾ സോ ഇവിടുത്തെ KFC ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് നൈറ്റാണ് ഈ ട്രിപ്പിൻ്റെ തന്നെ. ലാസ്റ്റ് നൈറ്റ് ഇൻ തായ്ലൻഡ്. ഞങ്ങൾ ബാങ്കോക്കിലാണ് നിൽക്കുന്നത്. ഈ സെൻറ്റാറ ഗ്രാൻഡ് അല്ലേ, സെൻറ്റാറ ഗ്രാൻഡ് എന്ന് പറയുന്ന ഹോട്ടലാണ് നിൽക്കുന്നത്. സോ ഇറ്റ് വാസ് ഓൾ ടുഗെദർ ഇറ്റ് വാസ് റിയലി ഫൺ ആൻഡ് ഗുഡ് നൈറ്റ്, സീ യു ടുമോറോ. KFC ഒക്കെ തിന്ന് ഫിറ്റായിട്ട് വന്നിരിക്കുകയാണ്. പക്ഷേ ആരെ ഫിറ്റ്? നീ സ്വീറ്റ് തിന്ന് ഫിറ്റ് ഓടി. എന്താ ഒഴിക്കണം? എന്താ സംഭവം? കോക്കനട്ട് മിൽക്ക് ആണ്. കാണുമ്പോ ഒരു ലൈംഗികതയൊക്കെ ഉണ്ട്. ഉണ്ടോ? കണ്ണ് വെച്ച് ഫോർ ആത്മാക്കൾ. കൊള്ളാമോ? നോ, നല്ലതാണോ? എനിക്കും തരുമോ? നമ്മൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. നമ്മൾ എല്ലാം കഴിഞ്ഞു, ഇവിടുന്ന് പാക്ക് ചെയ്തു, ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം സോ ഓൾ സെറ്റ്. ഇനി ഇവിടുന്ന് ചെക്കൗട്ട് ആവുന്ന നിൽക്കുന്ന ഹോട്ടലിൽ നിന്ന് എന്നിട്ട് ഞങ്ങൾ എയർപോർട്ടിൽ പോവും. എന്നിട്ട് രാത്രി കൊച്ചി എത്തും. ഓക്കെ, ബൈ ഗൈസ്. നമ്മളുടെ ലാസ്റ്റ് ഡേ ഇൻ ഇത് നമ്മളുടെ ലാസ്റ്റ് ഡേ ഇൻ Bangkok. We are going back to India in few hours. റോഷൻ ചേച്ചിയുടെ തലേന്ന് നടുക്കിലോട്ട് വെച്ച് കഴിഞ്ഞാൽ കൊള്ളായിരുന്നു. ഹൗ ഡു യു ഫീൽ? എങ്ങനെ ഉണ്ടായിരുന്നു ഗേൾസ് ട്രിപ്പ്? ഞാൻ ഇനിഷ്യേറ്റ് ചെയ്ത ഈ ഗേൾസ് ട്രിപ്പ്. യെസ്, നിങ്ങളെല്ലാവരും വർഷത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങളുടെ ഗേൾസ് ഗ്യാങ്ങുമായിട്ടൊരു ട്രിപ്പ് പോകണം. ഇപ്പോൾ ഇൻ കേസ് ബോയ്സ് ആണെങ്കിൽ ബോയ്സ് ഗ്യാങ്ങുമായിട്ട് നിങ്ങൾ ഇടയ്ക്കെങ്കിലുമൊക്കെ ട്രിപ്പ് പോകണം. നിങ്ങൾ പോകുന്നവരാണ് എന്നാലും. പക്ഷേ ഗേൾസിനോടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. ഇറ്റ് വിൽ ബി അമേസിങ്. ഇറ്റ്സ് ഗോണ ബി അമേസിങ്. എന്താ പറയുക, നിങ്ങളുടെ ഫുൾ സ്ട്രെസ്സും അതിൽ തീരും. പിന്നെ പുതിയ സ്ട്രെസ്സുകൾ ഈ പുതിയ ട്രിപ്പിന് ശേഷം നിങ്ങൾക്ക് പിടിക്കാവുന്നതാണ്. അടുത്ത ട്രിപ്പ് വരെ പുതിയ സ്ട്രെസ്സുകൾ നിങ്ങൾക്ക് പിടിക്കാവുന്നതാണ്. ദാറ്റ്സ് ഇറ്റ്. So yeah guys, be strong enough. Yeah. അങ്ങനെ ബാങ്കോക്കിലെ ലാസ്റ്റ് ഡേ ഒരു അടിപൊളി മഴയും കണ്ട് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. ഹെഡിങ് ബാക്ക് ടു എയർപോർട്ട്. അങ്ങനെ നമ്മൾ ചെക്കിനൊക്കെ കഴിഞ്ഞ് ദേ ഇപ്പോൾ എവിടെയാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ ഗേറ്റിലേക്ക് നടക്കുകയാണ്. യെസ്, റീച്ച്ഡ് കൊച്ചി ഫൈനലി. താങ്ക് യു അമ്മേ, താങ്ക് യു. Hello. And
back Undamuri Stories. യെസ്, അങ്ങനെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് കുട്ടി തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ ആക്ച്വലി നിങ്ങൾ തായ്ലാൻഡിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. Excited to show you guys all the videos and photos from Thailand. എന്നാലും ഇവൻ ഇല്ലാത്തതുകൊണ്ട് കാര്യമായിട്ടുള്ള ഫോട്ടോസോ കാര്യങ്ങളോ കിട്ടിയിട്ടില്ല. But still I have managed to take few pics and videos. അപ്പോൾ എല്ലാം നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. See you soon. Bye bye.